യെസ്, ബഹുമാനപ്പെട്ട FM എന്താണ് അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മൂവാറ്റുപുഴ അംഗം ഇവിടെ പറഞ്ഞതിൽ വസ്തുതയല്ലാത്ത ഒരു കാര്യം സഭയുടെ മുന്നിൽ വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സർ, നെല്ല് സംഭരിച്ച വകയിൽ കർഷകർക്ക് 359 കോടി രൂപ കൊടുത്തു തീർക്കാൻ ബാക്കിയുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ അടിയന്തര പ്രമേയ ചർച്ചയിലും ഇന്ന് രാവിലത്തെ സബ്മിഷനുമായി ബന്ധപ്പെട്ട മറുപടിയിലും വളരെ വ്യക്തമായി പറഞ്ഞതാണ്. 2024-25 സംഭരണ വർഷത്തിൽ 5,80,000 മെട്രിക് ടൺ നെല്ലിൻ്റെ വിലയായിട്ടുള്ള 1,645 കോടി രൂപയിൽ 1,574 കോടി രൂപ കർഷകർക്ക് നൽകുകയുണ്ടായി. സർ, ഇനി കഴിഞ്ഞ ശനിയാഴ്ച വരെ നൽകിയതിൻ്റെ കണക്കാണ് ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നും 70 കോടി രൂപയാണ് ഇനി കൊടുക്കാനുള്ളത്. അത് കൊടുക്കാൻ വേണ്ടി ബാങ്കുകൾക്ക് 2 ബാങ്കിനും സപ്ലൈകോ പണം കൈമാറിയിട്ടുണ്ട്. അതനുസരിച്ച് കൊടുത്തു തീർക്കുന്ന നടപടിയിലാണ് നിൽക്കുന്നത്. ഒരു പൈസയും കുടിശ്ശിക വരാതെ കർഷകർക്ക് പണം കൊടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ക്ലാരിഫിക്കേഷൻ നേരത്തെ മോൺസ് വിധി ഇങ്ങനെയാണ് സാർ. അതർ സിമിലർലി സർക്കംസ്റ്റൻസസ് സൊസൈറ്റീസ് ഷാൽ ടേക്ക് സ്റ്റെപ്സ് ടു ഫോർത്ത്വിത്ത് ഫിൽ അപ്പ് ദ പോസ്റ്റ് വിച്ച് ആർ റിസർവ്ഡ് ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി അറ്റ് ദ ഏർലിയസ്റ്റ്. മറ്റ് സ്ഥാപനങ്ങൾ എത്രയും പെട്ടെന്ന് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ നിയമനം നടത്തേണ്ടതുണ്ട്. ഓൺ സച്ച് അപ്പോയിൻമെന്റ്സ് ബീങ് മെയ്ഡ്, അത് നടത്തിക്കഴിഞ്ഞാൽ ആൻഡ് ദ പ്രൊപ്പോസൽ ഫോർ റെഗുലറൈസേഷൻ ബീങ് സബ്മിറ്റഡ് ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ്, അത് നടത്തി കഴിഞ്ഞിട്ട് ഈ സ്ഥാപനങ്ങൾ റെഗുലറൈസേഷനുള്ള അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഷാൽ ഡിസൈഡ് ദ സെയിം എക്സ്പീഡിയൻസ്. ഇതാണ് സുപ്രീം കോടതി ലാസ്റ്റ് വിധി. അതുകൊണ്ടാണ് ഹൈക്കോടതിയും അത് അനുവദിക്കാതിരുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ ഗവൺമെന്റ് ചർച്ച ചെയ്ത് എന്താണ് സാധ്യമാകുമെന്ന് വീണ്ടും പരിശോധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ രേഖയിൽ അത് കിടക്കേണ്ടതുള്ള ഞാൻ കൂടി ആഡ് ചെയ്തു. യെസ്, ബഹുമാനപ്പെട്ട FM. സർ, ഈ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് സഹായകരമാണെന്നുള്ള നിലപാടാണ്. ഇത് അവതരണം നടത്തുന്നതിന് അനുമതി നൽകണം എന്നുള്ള അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത്. സാർ, അത് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ചും പൊതുവിൽ എങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ മാനേജ് ചെയ്ത് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സഹായകരമാണ്. വളരെ ചെറിയ സമയത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല എന്നുള്ള പരിമിതിയുണ്ട്. പക്ഷെ ഒരു കാര്യം വളരെ കൃത്യമാണ് സാർ, പ്രതിപക്ഷത്തിൻ്റെ നിലപാടുകൾ എത്രത്തോളം സത്യമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ ഇത് കാണുമ്പോൾ മനസ്സിലാക്കും എന്നുള്ള സാധ്യത കൂടി വെച്ചുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. കാരണം ഈ ഓണം കഴിഞ്ഞ് കേരളത്തിലാകെ ഇതുപോലൊരു ഓണം ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ വളരെ സുഭിക്ഷമായിരുന്നു. എല്ലാ മേഖലയിലും വർധനയുണ്ട്, ആവശ്യത്തിന് സാധനങ്ങളുണ്ട്, എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകളെ ഇങ്ങനെ പ്രതിപക്ഷം ഇവിടെ പറഞ്ഞാലും തിരിച്ചു ബോധ്യപ്പെടുത്താൻ പറ്റുമോ? സ്വന്തം പാർട്ടിക്കാരെയും സ്വന്തം ചുറ്റുപാടിലുമുള്ള ആളുകൾ ഉൾപ്പെടെ പ്രതിപക്ഷത്തിൻ്റെ MLA-മാരോട് പറഞ്ഞ കാര്യം വിശ്വസിക്കില്ല. കാരണം കേരളത്തിൽ സാമ്പത്തികമായി കാര്യങ്ങൾ ചെയ്യുന്നതിന് ഗവൺമെൻറ് വളരെ പുറകോട്ടാണ്, ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ. സാർ, സാമ്പത്തികമായി കേരളത്തിന് കിട്ടേണ്ട വലിയ തോതിലുള്ള തുക കിട്ടുന്നില്ല, അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടെന്നുള്ളത് ഏത് സമയത്തും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചോദിക്കുന്നത് കേട്ടു, കേരളത്തിന് സാമ്പത്തികമായി പ്രതിസന്ധിയുണ്ടോ ഇല്ലയോ എന്ന് പറയണം. കേരളത്തിനകത്ത് പ്രതിസന്ധി ഉണ്ടായൊന്നും നിന്നു പോകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പറയുന്നതാണ്. ഇത് ഞങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷം മാത്രമല്ല സാർ, ഇന്ത്യയിലാകെ പ്രതിപക്ഷ സംസ്ഥാനങ്ങളോട് പ്രത്യേകിച്ച് കാണിക്കുന്ന സമീപനത്തെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ പറയാറുണ്ട്. സാർ, എങ്ങനെയാണ് സാർ ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച് പൊതുവിൽ വിലയിരുത്തുമ്പോൾ അതിൻ്റെ പൊതുവിലുള്ള യാഡ് സ്റ്റിക്കുകൾ നോക്കുക? സാർ, കേരളത്തിൽ ആകെ ഒരു ധനപ്രതിസന്ധി ആണെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കേരളത്തിലെ ഗവൺമെൻറ്റിന് പ്രവർത്തിക്കാൻ പറ്റുമോ? നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തിക ചെലവഴിക്കൽ വരുമോ? സാർ, എല്ലാ മേഖലയിലും നമുക്ക് വലിയ തോതിലുള്ള വെട്ടിക്കുറവ് വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ഗ്രോത്ത് വിലയിരുത്തുക? സാർ, ട്രില്യൺ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1,00,000 കോടി എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരാണ് സാർ. 1,00,000 കോടി എന്ന് പറയണ്ട. അതിനെന്താ ഇങ്ങനെ ദേഷ്യം വരുന്നത് ബഹുമാനപ്പെട്ട ഉപനേതാവിന്? 1,00,000 കോടി എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരാണ് ട്രില്യൺ. $1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1,00,000 കോടി ഡോളർ, 1,00,000 കോടി രൂപ. സാർ, ആ വരുമാനത്തിലേക്ക് എത്തി ബഡ്ജറ്റ് 2,00,000 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരാണ്. അല്ല 1,00,000 അല്ല, 1,00,000 കോടി ഡോളർ എന്നേ പറഞ്ഞു. സാർ, ഇവിടെ നമ്മുടെ സംസ്ഥാനത്തെ ആകെ ബഡ്ജറ്റിൻ്റെ ചെലവ് നോക്കണം സാർ. അത് നോക്കുമ്പോൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ തുടക്കത്തിലുള്ളതിനേക്കാളും 50%-ലധികം 60%-ഓളമാണ് അവസാന വർഷം. അവിടുന്ന് ആരംഭിച്ച് 1,30,000 കോടിയിൽ നിന്നും
1,70,75,000 കോടിയിലേക്ക് കഴിഞ്ഞ വർഷം എത്തി സാർ. എല്ലാ മണ്ഡലത്തിലും അതിൻ്റെ ഒരു പ്രകടിതമായ ഗുണങ്ങളുണ്ടല്ലോ. ഒന്നുമില്ല എന്ന് പറയുമ്പം ഏത് മണ്ഡലത്തിലാണ് അതിൻ്റെ ഗുണങ്ങൾ വരാത്ത? 1,70,75,000 കോടിയിലേക്ക് കഴിഞ്ഞ വർഷം എത്തിയെങ്കിൽ CNTG-യുടെ പ്രിലിമിനറി അക്കൗണ്ട് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ അല്പം കൂടെ കൂടുമെന്നാണ് ഞങ്ങളുടെ കണക്ക്. സാർ, ഈ വർഷം 2 ട്രില്യൺ എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റ് സെഷൻ്റെ അവസാനം ശ്രീ AP അനിൽകുമാർ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കണക്ക് വെച്ചാൽ പറഞ്ഞത്, ചിലപ്പോൾ അതിനകത്ത് ഫൈനൽ അക്കൗണ്ട് വരുമ്പോൾ ചിലപ്പോൾ ചെറിയ വ്യത്യാസം വരത്തില്ലെന്നില്ല. ഞങ്ങളുടെ ബഡ്ജറ്റ് എക്സ്പെക്ടേഷൻ ഇത്രയാണ്, 1,70,75,000 കോടി വന്നു. സാർ, ഈ 1,30,000-ൽ നിന്ന് 1,70,75,000 കോടിയിലേക്ക് ഇപ്പോൾ ഇതുവരെ 4 വർഷം കൊണ്ടായല്ലോ. ഇനി ഈ വർഷം നമുക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നോക്കാം. സാർ, ഇതിനകത്ത് നമ്മുടെ വരവിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് സാർ? വരവും ചെലവും കൂടെ വേണമല്ലോ. വരവിൻ്റെ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് ഏകദേശം 33,000 കോടി രൂപയാണ് ഞങ്ങൾ തുടങ്ങുന്ന ആദ്യ വർഷത്തെ ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഗ്രാൻറ്റുകളാണ്. സെൻട്രൽ ഡിവിസീവ് പൂളല്ല, മറ്റ് ഗ്രാൻറ്റുകൾ. ആ 33,000 കോടി എന്നുള്ളത് സാർ ഈ വർഷം 6,500 കോടിയായി ചുരുങ്ങി സാർ. 27,000 കോടി ഗ്രാൻഡി മാത്രം വെട്ടിക്കുറച്ചു. ആ സ്ഥിതി നേരിട്ടുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത് സാർ. അതുമാത്രമല്ല, ബോറോയിങ് വലിയ തോതിൽ വെട്ടിക്കുറച്ചു എന്നുള്ളത് ഇവിടെ അറിയാം, പെർസെൻറ്റേജ് വെട്ടിക്കുറച്ചു സാർ. അതിൻ്റെ ഭാഗം മാത്രമല്ല, കിഫ്ബിയുടെ കാര്യത്തിൽ കിഫ്ബി ഏറ്റവും നല്ലൊരു പ്രൊജക്റ്റാണ്. കിഫ്ബി വഴി ചെയ്യാവുന്ന ധാരാളം പ്രവർത്തനങ്ങൾ 50,000 കോടി എന്ന് ഉദ്ദേശിച്ച് ഇപ്പോൾ 1,00,000 കോടിയിലേക്ക് എത്തുന്ന തരത്തിലേക്ക് ഞങ്ങൾ പ്രൊജക്റ്റുകൾ വെച്ചു. കിഫ്ബി എടുക്കുന്ന ബോറോയിങ് സംസ്ഥാനത്തിൻ്റെ പൊതുകടത്തിനകത്ത് വരില്ല എന്നുള്ളതായിരുന്നു നേരത്തെയുള്ള കാഴ്ചപ്പാട്. ഇപ്പോൾ അത് പൊതുകടത്തി കൊണ്ടുവന്നു. ഈ വർഷവും 4,700 ചില്ലാനം കോടി രൂപയാണ് കിഫ്ബി നേരത്തെ എടുത്തതിൻ്റെ വെട്ടിക്കുറച്ചിരിക്കുന്നത് സാർ. ഈ വർഷം കഴിഞ്ഞ മാർച്ചിൽ നമ്മൾ അവതരിപ്പിച്ച ബഡ്ജറ്റ് പാസ്സാക്കുന്ന സമയത്ത് നമ്മൾ അംഗീകരിച്ച കണക്കിൽ നിന്ന് വീണ്ടും കുറേ തുക കൂടി വെട്ടിക്കുറച്ചു. കിഫ്ബിയുടെ മാത്രമല്ല, 3,330 കോടി രൂപ ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ ഫണ്ട് മാറ്റി വെക്കണമെന്ന് എല്ലാ സ്റ്റേറ്റുകളും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കുറയ്ക്കണമെന്ന്. റിസർവ് ബാങ്കിൻ്റെ ഒരു യോഗം ഉണ്ടായിരുന്നു അടുത്ത സമയത്ത്. അതിൻ്റെ പേര് 3,300 ചില്ലാനം കോടി കുറച്ചു. സുപ്രീം കോടതി വരെ പോയി നമ്മൾ കണക്ക് പറഞ്ഞ് മേടിച്ച GSTP കണക്കുകളിൽ വ്യത്യാസം വന്നതിൻ്റെ പേരിലുള്ള 1,822 കോടി രൂപ അനുവദിച്ചതാണ്. ആ തുകയും വെട്ടിക്കുറച്ചു. അങ്ങനെ 6,000 കോടി രൂപ, അത് ഞാനീ പറഞ്ഞ 3,300 കോടി രൂപ, അത് ഇത്രയും കുറഞ്ഞു സാർ. ഞങ്ങൾ കേന്ദ്രമന്ത്രിയെ കണ്ടു പറഞ്ഞു, ഞങ്ങൾ നാഷണൽ ഹൈവേ പണിയാൻ വേണ്ടിയിട്ട് കേന്ദ്രമാണ് മുഴുവൻ ചിലവാക്കേണ്ടത്, NHAI ആണ് ചിലവാക്കുന്നത്, അവരാണ് ടോൾ പിരിക്കുന്നത്. ഞങ്ങൾ പക്ഷേ അതിനുവേണ്ടി 6,000-ഓളം കോടി രൂപ കൊടുത്തിട്ടുണ്ട്. ആ തുക ഞങ്ങൾ പണമായിട്ട് തിരിച്ചു തരണ്ട, ടോളും തരണ്ട, നിങ്ങൾ അത് ഞങ്ങളുടെ ബോറോയിങ്ങിൽ എക്സ്ട്രാ ആയിട്ട് തരണം. അതും തന്നിട്ടില്ല സാർ. ഇങ്ങനെയൊക്കെ വെട്ടിക്കുറച്ച് ഞാനീ പറഞ്ഞ ഗ്രാൻഡ് വെട്ടിക്കുറച്ചു, ബോറോയിങ്ങിൻ്റെ സ്പേസ് വെട്ടിക്കുറച്ചു സാർ. എന്നിട്ടും ഈ ഗവൺമെൻറ് പ്രവർത്തനങ്ങളിൽ നിന്ന് പുറകോട്ട് പോയില്ലെന്ന് മാത്രമല്ല 50% ചിലവ് വർദ്ധിച്ചു. സാധാരണ ഒരു ഗവൺമെൻറ്റിൻ്റെ കണക്കങ്ങനെ നോക്കും സാർ. സാർ, കടം ഇവിടെ വർദ്ധിക്കും. നേരത്തെയൊക്കെ പറയുന്നത് 6 ലക്ഷം കോടിയിലേക്ക് എത്തുന്നതാണ്. വളരെ പ്രശസ്തയായൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞ അവരുൾപ്പെടെ പറഞ്ഞു, അവരും പറഞ്ഞു 6 ലക്ഷം കോടിയാവും കേരളത്തിന് കടം. നേരത്തെ ഇവിടെ പറഞ്ഞ കണക്കനുസരിച്ചാണ് അവരും പറഞ്ഞത്. കാരണം ഓരോ 5 വർഷത്തിലും ഒന്നുകിൽ 90% അല്ല 100% കടം വർദ്ധിക്കും സാർ. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ VS ഗവൺമെൻറ് ഏറ്റവും അവസാനത്തെ വർഷം തൊട്ട് പറയാം, 85,000-ഓളം കോടി രൂപയായിരുന്നു അന്നത്തെ ആകെ കടം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ 5 വർഷം കഴിഞ്ഞപ്പോൾ അത് 2,96,000 കോടിയാണെന്ന്. ചെറിയ വ്യത്യാസം കാണും, ഞാൻ ഓർമ്മയെന്ന് പറയാം. 2,96,000 കോടിയായി. 5 വർഷക്കാലം ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ അത് 3,95,000-96,000 കോടിയായി. സാധാരണഗതിയിൽ ഈ 5 വർഷം കഴിയുമ്പം സാർ അത് 6 ലക്ഷം കോടിയോ അല്ലെങ്കിൽ 5,90,000 കോടി ആവണം. പക്ഷേ നമ്മളെ കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല. വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നതിൻ്റെ ഭാഗമായി 4,70,000 കോടിക്കപ്പുറം എടുക്കാൻ പറ്റില്ല ഈ വർഷത്തെ കണക്കൂടെ വരുമ്പോൾ. എന്ന് പറഞ്ഞാൽ 1,4 ലക്ഷം കോടി രൂപ ഇതുവരെയുള്ള 50 വർഷക്കാലത്തെ കേരളത്തിലെ ഗവൺമെൻറ്റുകൾക്ക് എടുക്കാൻ പറ്റുമായിരുന്ന റേറ്റിലെ കടമെടുക്കാനുള്ള ബോറോയിങ് സ്പേസ് കൂടി വെട്ടിക്കുറച്ചു. 1,4 ലക്ഷം കോടി രൂപ. 1,4 ലക്ഷം കോടി രൂപ എന്ന് വെച്ചാൽ ഒരു വർഷം 25,000 കോടി രൂപയാണ് സാർ. ഒരു വർഷത്തെ കടം അല്ലെങ്കിൽ 2 വർഷം ഈ ഗ്രാൻഡ് കൂടെ കിട്ടിയാൽ കേരളത്തിന് ഒരു ബാധ്യത നിലനിൽക്കുന്നില്ല ഞാൻ പറഞ്ഞില്ല. പക്ഷേ അത്രയും കിട്ടിയാൽ തീരാവുന്നതല്ലാതെ ഒരു പണം പോലും ഇവിടെ നമുക്ക് അധിക ബാധ്യതയില്ല സാർ. അത്രയും വെട്ടിക്കുറച്ചിട്ട് എങ്ങനെയാണ് സാർ ഈ കാര്യം ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എല്ലാ സ്ഥലത്തും ചെയ്തതിൻ്റെ കണക്കുകളുണ്ട്. എല്ലാ സ്ഥലത്തെയും PWD വർക്ക് എടുക്കുക, എല്ലാ സ്ഥലത്തെയും MLA വർക്ക് എടുക്കുക, എല്ലാ സ്ഥലത്തെയും ഗ്രാമീണ റോഡ് നോക്കുക. നമ്മുടെ പ്ലാനിൽ കൊടുക്കുന്നില്ല എന്ന് പറയുന്നല്ലോ, പഞ്ചായത്ത് പ്ലാനിലുണ്ടോ, LSDD പ്ലാനിലുണ്ടോ 1,000 കോടി ഈ ഗ്രാമീണ റോഡ്? CMLRP2 പിന്നെ ആ പദ്ധതിയിലുണ്ടോ? 1,000 കോടി കിട്ടിയില്ലേ? സ്കൂളുകളും മറ്റ് കിഫ്ബിയുടെ ധാരാളം വർക്കുണ്ട്. ഞാൻ പറഞ്ഞത് പ്ലാനിലോ ബഡ്ജറ്റിലോ ഇല്ലാതെ അഡീഷണലായിട്ട് കൊടുത്തതാണ്. നമ്മുടെ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ തീരുമാനിച്ച് അഡീഷണലായിട്ട് കൊടുത്തതാണ് 1,000 കോടി. നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് ഓരോ മണ്ഡലത്തിലും 7 കോടി വെച്ച് കൊടുത്തില്ലേ? അതും ആ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് ആദ്യമേ കൃത്യമായിട്ട് പറഞ്ഞിരുന്നല്ലോ സാർ. ഇതെല്ലാം എങ്ങനെ കൊടുക്കുന്നത്? ഓരോ MLA മാർക്കും വ്യക്തിപരമായി പറയാൻ പറ്റുമോ ഞങ്ങളുടെ മണ്ഡലത്തിൽ കിട്ടിയിട്ടില്ല എന്ന്?
നവകേരള സദസ്സിൻ്റെ അല്ല ഇപ്പോൾ ഗ്രാമീണ റോഡൊക്കെ പകുതി റോഡുകളുടെ ബില്ല് മേടിച്ചു കഴിഞ്ഞു പലയിടത്തും. തുടങ്ങിക്കാത്തതിന് അത് ശ്രദ്ധിക്കണം, നമുക്കൂടെ സഹായിക്കാം. തുടങ്ങിയിട്ടില്ലെങ്കിൽ അതൊക്കെ നോക്കിക്കണം. പക്ഷേ നവകേരള ഈ CMLRPക്ക് പണത്തിന് തടസ്സം വരത്തില്ല എന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. സാർ, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ പണം ചെലവാക്കുന്നത് ഇത്രയും ശ്വാസം മുട്ടിക്കലുണ്ടാകും. ഒരു വർഷം ശരാശരി 57,000 കോടി വെച്ച് കുറഞ്ഞു സാർ. ഇത് LDF ആയാലും UDF ആയാലും ബാധിക്കുന്നത്. നമുക്ക് കളക്റ്റീവായി പറയേണ്ട ഒരു കാര്യമായതുകൊണ്ട് ഞാൻ പറയുകയാണ്. രാഷ്ട്രീയമായിട്ടൊക്കെ വ്യത്യസ്ത അഭിപ്രായം പറയും. പക്ഷേ ഇത്രയും വെട്ടിക്കുറച്ചിട്ടും നമ്മൾ ഈ പണമെല്ലാം ചിലവാക്കി എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ ധനകാര്യ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പിന്നെ എന്താ സാർ അത്? ശരിയാണ്, വളരെ വലിയ ബുദ്ധിമുട്ടിലാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ. കാരണം വലിയ തോതിൽ നമ്മുടെ ശ്വാസം മുട്ടിക്കുക. വിചാരിച്ച ബഡ്ജറ്റ് തയ്യാറാക്കിയതിന് ശേഷം 6,000 കോടി വെട്ടിക്കുറയ്ക്കുമെന്ന് ആരെങ്കിലും വിചാരിക്കുമോ? സാർ, ഏറ്റവും ഒടുവിൽ GST സംബന്ധിച്ച് വന്നു. GST സംബന്ധിച്ച് വന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് കേട്ടു, 8,000 മുതൽ 10,000 വരെ നിങ്ങൾ പറയുന്നു. എവിടുന്നാണ് കണക്ക്? 20,000 കോടി 47,000 കോടിയേ ഉള്ളൂ എന്നാണ് കേന്ദ്രം പറയുന്നത്. ശരിയാണ്, 47,000 ഉള്ളൂ എന്നാണ് കേന്ദ്രം പറയുന്നത്. സാർ, ഞങ്ങൾ 8 സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാർ ചേർന്നിട്ട് യോഗം ചേർന്നു. കാരണം BJP മന്ത്രിമാർക്ക് ഈ അഭിപ്രായം ഉണ്ടെങ്കിൽ അവർക്ക് ഓപ്പണായി പറയാൻ പറ്റില്ല. പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൻ്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചതാണ് ഈ വെട്ടിക്കുറവ്. സാധാരണ GSTക്കകത്ത് ഒരു കണക്ക് നോക്കി കൃത്യമായി ഫിറ്റ്മെൻറ്റ് കമ്മിറ്റിയും മറ്റും പഠിച്ചിട്ടാണ് റേറ്റ് തീരുമാനിക്കുക. പക്ഷേ ഒന്നുമില്ല. അപ്പോൾ അവിടെ 1.5 ലക്ഷമുണ്ട്, 2 ലക്ഷമുണ്ടെന്നൊക്കെ ഊഹക്കളാണ്. അവിടെ ഒറ്റ കണക്ക് തന്നില്ല. ഞങ്ങൾ കേരളത്തിലെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കൊണ്ട് സ്റ്റഡി നടത്തിച്ച് നോക്കിയപ്പോഴാണ് 7,500 കോടിയിലധികം കൂടെ ഗുഡ്സ് മാത്രം വരും. സർവീസുകൾ വരുമ്പോൾ ഏകദേശമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാ എൻ്റെ കയ്യിൽ ഹിന്ദു പത്രം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു റൗണ്ട് ടേബിൾ സെമിനാറുണ്ട്. ഞാനുണ്ടായിരുന്നു. അതിനകത്ത് നമ്മുടെ തെലങ്കാനയിലെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റാണ് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഭട്ടി വിക്രമാർക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു അവർക്കും വരും ഇതുപോലെ നഷ്ടം. ഈ ഹിന്ദുവിൻ്റെ ഇന്ത്യയിലെ ഫുൾ പേജ് ആർട്ടിക്കിളാണ്. കേരളത്തിൽ ഇന്ന് വന്നിട്ടില്ല, കേരളത്തിൽ വരായിരിക്കും. ഫുൾ പേജ് ആർട്ടിക്കിളാണ് അവരെ ഇന്റർവ്യൂ. സാർ, കേരളത്തിലുണ്ട്. ഈ ഇന്റർവ്യൂവിൻ്റെ ഫുൾ പേജ് ഇങ്ങനെ വന്നിട്ടില്ല. പക്ഷേ ഇന്റർവ്യൂവിൻ്റെ ലിസ്റ്റാണ് സാർ വന്നത്. ഇത് ഇന്ത്യയിലെ ബാക്കി കുറേ സംസ്ഥാനങ്ങളിൽ പോയതാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ 8 സംസ്ഥാനങ്ങൾ, അതിനകത്ത് 3 സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ആണ് സാർ. ഹിമാചൽ പ്രദേശ്, കർണാടക, തെലങ്കാന. സാർ, തൃണമൂൽ കോൺഗ്രസുമായി രാഷ്ട്രീയമായിട്ട് ഒരിക്കലും ചേരുന്നല്ല ഞങ്ങൾ. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് നമ്മുടെയായിട്ട് സംസ്ഥാനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി അവിടെ ഒരുമിച്ച് പറഞ്ഞു. പഞ്ചാബ് ഉണ്ടായിരുന്നു, അതുപോലെ ജാർഖണ്ഡ് ഉണ്ടായിരുന്നു. എല്ലാവരും ഈ പ്രശ്നമാണ് പറയുന്നത്. ബംഗാളിൽ ഇൻസൈഡ് മീറ്റിങ്ങിനകത്ത് എല്ലാ മന്ത്രിമാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പുറത്തവർ പറഞ്ഞിട്ടില്ല, മറ്റ് സ്റ്റേറ്റുകളും, അതായത് BJP സ്റ്റേറ്റുകളും. സാർ, ആ നഷ്ടമുണ്ട്. കേരളത്തിൽ ഞങ്ങൾ കണക്കെടുത്തപ്പം, ഒരു പ്രാഥമിക കണക്കെടുക്കുമ്പോൾ ഓട്ടോമൊബൈല്, സിമൻറ്റ്, അതുപോലെ തന്നെ ഇൻഷുറൻസ്, പിന്നീട് നമ്മുടെ ഇലക്ട്രോണിക് ഗുഡ്സ്, ഇത് മാത്രം 2,500 കോടി നഷ്ടം വരുന്ന കണക്ക്. അങ്ങനെ വരുമ്പോൾ 10,000 കോടി വന്നാൽ ഈ വർഷം അങ്ങോട്ട് പോകുമ്പോൾ 4,000-5,000 കോടി വരും. അങ്ങ് പറഞ്ഞത് ശരിയാണ്. എങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യും? നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഒരു സംസ്ഥാനത്തിന് കിട്ടേണ്ട പണം കിട്ടാതെ വന്നാൽ അത് ഫിസ്ക്കൽ ഫെഡറലിസത്തെ ബാധിക്കും, നമ്മുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കും, സംസ്ഥാനങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാവും. ഈ പ്രശ്നം ചെറിയൊരു പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള തർക്കമായിട്ട് തീരേണ്ടതല്ല. GST നടപ്പിലാവുന്ന വർഷം അതിനു മുമ്പ് നമുക്കുണ്ടായിരുന്ന വാറ്റും സെയിൽ ടാക്സും ഉണ്ടായിരുന്ന സമ്പ്രദായം തുടർന്നിരുന്നെങ്കിൽ, അന്നത്തെ ഗ്രോത്ത് തുടർന്നിരുന്നെങ്കിൽ, UDF സമയത്താണ്, LDFൻ്റെ ആദ്യത്തെ 2 വർഷം അതായിരുന്നല്ലോ, അന്നത്തെ ആ ടാക്സിൻ്റെ ഗ്രോത്ത് തുടർന്നിരുന്നെങ്കിൽ നമുക്ക് കഴിഞ്ഞ വർഷം കിട്ടേണ്ടത് 51,500 കോടിയാണ് സാർ. പഴയ കണക്കനുസരിച്ച്, സാധാ ഗ്രോത്ത് അനുസരിച്ച്. GST നല്ലതാണെന്ന് ഒന്നും പറഞ്ഞില്ല അതിനകത്ത് ഇബ്രാഹിം. ആ സംശയം വേണ്ട. ഇപ്പോൾ GST വന്നപ്പോൾ പറഞ്ഞു നമ്മുടെ ഗ്രോത്തും 14% ആനുവൽ ഗ്രോത്തും തരാം. അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് 54,000 കോടി കിട്ടേണ്ടതായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷം കിട്ടിയത്ര 32,500 കോടി. സാർ, പഴയ സെയിൽ ടാക്സ് ഉണ്ടായിരുന്നെങ്കിൽ, പഴയ വാറ്റുണ്ടായിരുന്നെങ്കിൽ കേരളത്തിന് കിട്ടേണ്ടതിനേക്കാളും 20,000-ലധികം കോടി രൂപയാണ് GST വന്നപ്പോൾ. ഇതിപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും പറഞ്ഞു. കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണെന്നാണ് ഞാൻ ധരിക്കുന്നത്. അവിടുത്തെ ഡെപ്യൂട്ടി CM, അവിടുത്തെ PCC പ്രസിഡന്റുമായിരുന്നു. അദ്ദേഹം ഉൾപ്പെടെ പറഞ്ഞു ഇങ്ങനെയൊരു സിസ്റ്റം GST ആയിട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് പറ്റുക? സംസ്ഥാനങ്ങളുടെ ഇമോഷൻ, സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങളൊക്കെ ബാധിക്കുകയാണ്. എല്ലാ സംസ്ഥാനങ്ങൾക്കും അഭിപ്രായമുണ്ട്. ഹിമാചൽ പ്രദേശിലാണ് ശമ്പളം കൊടുക്കുന്നതിന് നേരത്തെ ഇവിടെ പറഞ്ഞു. ഹിമാചൽ പ്രദേശിലാണ്, അത് ആന്ധ്രാപ്രദേശ് അല്ല. അദ്ദേഹം പറഞ്ഞു ഹിമാചൽ പ്രദേശ്, ആന്ധ്ര എന്ന് പറഞ്ഞു. പക്ഷേ ഹിമാചൽ പ്രദേശിലാണ് ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായത്. ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്ന ഹിൽ സ്റ്റേറ്റുകളാണ്. സാർ, ഇങ്ങനത്തെ ഒരു പ്രശ്നം നിൽക്കുമ്പോൾ അതിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കാര്യമെല്ലാം ചെയ്തത്. നമ്മൾ പണമൊന്നും വെട്ടിക്കുറച്ചിട്ടില്ല സാർ. സാർ, ഇവിടെ അതുകൊണ്ടിപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞല്ലോ, ആകെ മോശമാണ്. സാർ, സ്റ്റേറ്റ് ഫൈനാൻസസിൻ്റെ 2022-23 റിപ്പോർട്ടായത്.
ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ആയതുകൊണ്ട് ഞാൻ പിന്നെ പറയും. ഇതിനിടയ്ക്ക് പോയി ഞാൻ 2022-23 സ്റ്റേറ്റ് ഫൈനാൻസസിൻ്റെ റിപ്പോർട്ടാണ് CNDG-യുടെ ഇത് സംബന്ധിച്ചുള്ള കണക്കുകളാണ് സാർ. അതിനകത്താണ് നമുക്ക് കേരളത്തിന് സന്തോഷകരമായ റിപ്പോർട്ട് വന്നത്. സന്തോഷം എന്ന് ഞാൻ പറഞ്ഞത് കേരളത്തിൻ്റെ കടം ആകെ കടക്കണിയിലാണ്, ഏറ്റവും കൂടുതൽ കടമുള്ളത് കേരളത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്താണ് ഇപ്പോൾ വന്നേക്കുന്ന ഈ കണക്കനുസരിച്ച് അത്രയും വലിയ കടമല്ല എന്നുള്ള വാർത്തകൾ വരുന്നത്. അത് സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യമാണല്ലോ. ഞാനതിൻ്റെ കണക്കുകൾ പറയുന്നില്ല സാർ. നവകേരള കടം എന്നുള്ള ഹെഡിങ്ങിലാണ് മനോരമ ഏതാനും മാസം മുമ്പ് വാർത്ത കൊടുത്തത്. നവകേരള സദസ്സൊക്കെ കഴിഞ്ഞപ്പോൾ സംസ്ഥാനത്തിൻ്റെ കടം 6 ലക്ഷം കോടിയിലേക്ക്. അവർ ഈ പ്രതീക്ഷ 6 ലക്ഷം കോടിയാവാനുള്ള റൈറ്റുണ്ട്, അവകാശമുണ്ട് നമുക്കെന്നുള്ളതുകൊണ്ട്. സാധാരണ ഡബിളാവും. സംസ്ഥാനത്തിൻ്റെ കടം 6 ലക്ഷം കോടിയിലേക്ക് നവകേരള കടം. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ആ ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് പറഞ്ഞു നമ്മൾ എത്ര കടം എടുത്താലും നമുക്ക് ഇവർ അനുവദിക്കുന്നതനുസരിച്ച് 4,70,000 കിട്ടും. അല്ലെങ്കിൽ ഈ പറഞ്ഞ 6 ലക്ഷം എടുക്കുകയാണെങ്കിൽ എനിക്ക് 1,15 ലക്ഷം കോടി രൂപ അധികമായിട്ട് ഇപ്പോൾ ഉണ്ടായേനെ. എന്നാൽ ഇഷ്ടംപോലെ അധികം മിച്ചം കൂടി വന്നേനെ. അത് തരുന്നില്ല. ടാക്സ് ഷെയർ ആണെങ്കിൽ തരുന്നില്ല സാർ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവർ വാർത്ത കൊടുത്തു. കടത്തെപ്പറ്റി CAG പറഞ്ഞതാണ് കേരളം വലിയ അപകടാവസ്ഥയിലല്ല. വാർത്ത ചെറുതാണെങ്കിലും വാർത്തയായിട്ട് വന്നിട്ടുണ്ട് സാർ. അത് 4 കാറ്റഗറിയായിട്ട് ഇന്ത്യയിലെ സ്റ്റേറ്റുകളെ തിരിച്ചു. അതിനകത്ത് രണ്ടാമത്തെ കാറ്റഗറി ഗുജറാത്ത് അടക്കമുള്ള എന്ന് പറഞ്ഞാൽ ഗുജറാത്തിൻ്റെ പ്രത്യേകത വലിയ സഹായം കേന്ദ്രത്തിൽ നിന്ന് വലിയ തോതിൽ കിട്ടുന്നൊരു സ്റ്റേറ്റാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അവരുടെ കടത്തിൻ്റെ ആകെ കടം 25%, GSDP-യുടെ 25% താഴെ നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം ആ ലിസ്റ്റിൽ. അപ്പം അങ്ങനെ ഒരു കാര്യം നമ്മുടെ കേരളത്തിൽ നമ്മളെല്ലാം കൂടി ചേർന്നോ? ഇതെന്താ ആരുടെ? ഞാൻ ധനകാര്യമന്ത്രി ആയതുകൊണ്ട് എൻ്റെ തറവാട്ട് സ്വത്തായിട്ടാണോ ഞാൻ ഈ കേരളത്തിൻ്റെ ധനകാര്യത്തെ കാണുന്നത്? കേരളത്തിലെ ജനങ്ങളുടെ പൊതുപ്രശ്നമാണ്. കേരളത്തിൻ്റെ അവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന പ്രശ്നമുണ്ട് സാർ. ഞങ്ങൾ ഈ GST തീരുമാനം വന്നതിന് ശേഷം അവിടെ ഞങ്ങളുടെ എതിർപ്പ് അറിയിച്ചു. ഞങ്ങളവിടെ 2 അജണ്ട ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ അജണ്ട ചർച്ച ചെയ്തില്ല. ഈ 8 സംസ്ഥാനങ്ങൾ. അതിനകത്ത് ഒന്നാമത്തെ കാര്യം റേറ്റ് റാഷണലൈസേഷൻ്റെ കാര്യത്തിൽ ഞങ്ങൾ എതിർത്തില്ല. കാരണം റേറ്റ് കുറയട്ടെ. പക്ഷേ ആ റേറ്റ് കുറയുമ്പോൾ സംസ്ഥാനങ്ങളുടെ വരുമാനം കുറയാൻ പാടില്ല, അതിന് കോമ്പൻസേഷൻ വേണമെന്ന് ഞങ്ങൾ പറഞ്ഞു. അത് ചർച്ച ചെയ്തില്ല സാർ. ആ സംഭവത്തിന് ശേഷം ഞങ്ങൾ 16-ാം ധനകാര്യ കമ്മീഷനെ ഞങ്ങൾ കാണാൻ പോയി. ധനകാര്യ കമ്മീഷൻ ഒരു മെമ്മോറാണ്ടം കൊടുത്തു. കാരണം നമുക്ക് ഇത്രയേറെ പണം വെട്ടിക്കുറയ്ക്കപ്പെടുന്നുണ്ട് ഈ GST-യുടെയും കൂടി ഭാഗമായിട്ട്, അതിൻ്റെയും കൂടി ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് പറയാൻ പോയി. അങ്ങനെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വശത്തു കൂടി. മറുവശത്തു കൂടി സാർ നമുക്ക് ഇവിടെ ചെയ്യാവുന്ന എല്ലാ കാര്യവും സാമ്പത്തിക രംഗത്ത് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് കുറേയേറെ കാര്യങ്ങൾ, നല്ലതുപോലെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് സാർ പറഞ്ഞത്. ഇവിടെ പറഞ്ഞ പല കാര്യങ്ങളും അടിസ്ഥാനപരമായി ആ കണക്കുകൾ തന്നെ ശരിയല്ലാത്തതുകൊണ്ട് ചില കണക്കുകൾ ചൂണ്ടിക്കാണിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സാർ. ഈ ഓരോ മേഖലയിലെ ചെലവ് സംബന്ധിച്ച് നോക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനം 47,660 കോടിയിൽ നിന്ന് 76,682 കോടിയായി വർദ്ധിച്ചു. ഞാൻ പറഞ്ഞു ആ വർധന കൊണ്ടാണ് നമുക്ക് ഇത് പിടിച്ചു നിൽക്കാൻ പറ്റിയത് സാർ. നോൺ ടാക്സിൻ്റെ കാര്യത്തിലും 7,377 നിന്ന് 16,000 കോടിയായിട്ട് നമുക്ക് വർദ്ധിച്ചു. റവന്യൂ കമ്മി കുറഞ്ഞു. ധനക്കമ്മി നേരത്തെ 4.56 ആയിരുന്നത് 3.78 സാർ. GSDP-യും ലോണും തമ്മിലുള്ള ആ കടത്തിൻ്റെ അനുപാതത്തിലും കോവിഡ് സമയത്ത് 38-ന് അടുത്ത് പേർക്ക് വന്നത് 34-ന് താഴേക്ക് പോയി സാർ. ട്രാൻസ്ഫറുകളുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്ക് 78% ഈ സമയത്ത് കുറവ് വന്നത് സാർ. സംസ്ഥാനത്തിൻ്റെ സ്ഥിതി നേരത്തെ ഉള്ളതിനേക്കാളും വളരെ മോശമായി. ഇതെല്ലാം അടച്ചുപൂട്ടപ്പെട്ടോ? ഞാൻ ഈ കമ്പാരിസൺ അങ്ങനെ പറയുന്നതിനകത്ത് എനിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ പറയാതിരിക്കാൻ പറ്റില്ല സാർ. ട്രഷറിയുടെ കാര്യത്തിൽ 2002 ഫെബ്രുവരി 14 ടൈംസ് ഓഫ് ഇന്ത്യ വാർത്ത കേരളീയ ട്രഷറി പൂട്ടാനായുള്ള റിസർവ് ബാങ്കിൻ്റെ ഉത്തരവാണ് സാർ. ശ്രീ A. K. ആന്റണിയാണെന്ന് മുഖ്യമന്ത്രി. അതിനകത്ത് പറയുന്നു, ചീഫ് മിനിസ്റ്റർ ആന്റണി ഹാസ് സോട്ട് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ സിൻഹാസ് ഹെൽപ്പ് ഓൺ വെനസ്ഡേ. ദ ഗവൺമെന്റ് ഹാഡ് ഓൾറെഡി അപ്രോച്ച് ഫോർ LIC ലോൺ എന്ന് പറഞ്ഞിട്ട് ട്രഷറി അടയ്ക്കാനായിട്ട് റിസർവ് ബാങ്ക് RBI ഓർഡേഴ്സ് കേരള ട്രഷറി ടു ബി ക്ലോസ്ഡ്. ടൈംസ് ഓഫ് ഇന്ത്യ 2002 ഫെബ്രുവരി 14 മെയ്യിൽ വന്ന വാർത്തയാണ്. ഇതുപോലെ 2-3 വാർത്തകളുണ്ട്. ആ സമയം മാത്രമല്ല, അതിനുശേഷം 2015-ലുണ്ട്, 2014-ലുണ്ട്. ആ സമയത്തൊക്കെ നിർത്താൻ സാർ. ട്രഷറി പലപ്പോഴും ട്രഷറിക്കകത്തൊരു മാനേജ്മെൻ്റ് എന്ന നിലയിൽ ട്രഷറിയുടെ പേയ്മെൻറ്റ് ഞാനിത് കഴിഞ്ഞ് പറയാം. കാരണം അത് കഴിഞ്ഞാൽ ആ സമയം നീണ്ടു. ഞാനത് കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട സ്പീക്കർ സംബന്ധിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, എനിക്ക് സംശയമില്ല. പക്ഷേ ഈ പറഞ്ഞു തീർത്തോട്ടെ. പലപ്പോഴും അങ്ങനെ ട്രഷറി അടച്ചുപൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ട്രഷറി അങ്ങനെ അടച്ചുപൂട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ മാനേജ്മെൻറ്റിന് വേണ്ടി നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സാർ. 10 ലക്ഷം രൂപയാക്കി. ഇപ്പോൾ വലിയൊരു ആരോപണമായി പറഞ്ഞത് 10 ലക്ഷം രൂപയാണ് ഇപ്പോൾ ട്രഷറി നിൽക്കാവുന്നത്. നേരത്തെ 1 ലക്ഷം രൂപയും 5 ലക്ഷം ഒക്കെ ആയിട്ടുണ്ടല്ലോ നേരത്തെ സാർ. ഏതെങ്കിലും കോൺട്രാക്ടർക്ക് പണം കിട്ടാതിരിക്കുന്ന സ്ഥിതിയുണ്ട്. ഇപ്പോൾ ബിൽ ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്ന സമ്പ്രദായമുണ്ട്. ആ ബിൽ ഡിസ്കൗണ്ടിങ്ങിന്
അനുസരിച്ച് പണം കിട്ടാത്ത സ്ഥിതിയായില്ല. കോൺട്രാക്ടർമാരെ നമ്മളും കാണുന്നതാണല്ലോ, അവരുമായിട്ട് ഞങ്ങൾക്ക് സഹകരണം ഉണ്ടല്ലോ. കോൺട്രാക്ടർമാർക്ക് പണം കൊടുക്കുന്നതിന് തടസ്സമില്ല, ബിൽ ഡിസ്കൗണ്ടിങ് ഉണ്ട്. അത് ഇടയ്ക്ക് ആ ചെറിയ ഒരു നിയന്ത്രണ കാലത്തേക്കൊക്കെ വരുമെന്നല്ലാതെ പണം കൊടുക്കുന്നില്ല. പണത്തിൻ്റെ കാര്യത്തിനകത്ത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ കൺട്രോളറുടെ തന്നെ കണക്കനുസരിച്ച് വരുന്നത് നമ്മുടെ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലുണ്ടായ വർധനയെപ്പറ്റിയൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ആകെയുള്ള കടത്തിനകത്ത് 90% വരെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി ചിലവാക്കി എന്നുള്ളത് ഇതേ റിപ്പോർട്ടിനകത്ത് തന്നെ പറയുന്നുണ്ട് സാർ. അതൊക്കെ എല്ലാം ഇതേ റിപ്പോർട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലേക്ക് പോയിട്ടുണ്ടെന്ന് ഇതേ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് സാർ. ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പണം കൊടുക്കുന്നില്ല എന്നൊരു കാര്യം പറയാനായിട്ട് ശ്രമിച്ചുകൊണ്ട് സാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പണം കൊടുക്കാത്ത സ്ഥിതിയല്ല, പണം കൊടുക്കുന്നതിനകത്ത് നല്ലതുപോലെ ആ പേയ്മെൻറ്റിനകത്ത് വർധന വന്നിട്ടുണ്ട്. ഞാൻ രണ്ട് കാര്യങ്ങൾ പറയുന്നതിനകത്ത് ഒരു കാര്യം സാർ, ഈ ജനറൽ പർപ്പസ് ഫണ്ട് LSGDക്ക് നേരത്തെ 3.5% ആയിരുന്നു സാർ SOTRൻ്റെ സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂവിൻ്റെ. അത് ഈ ഗവൺമെൻറ് വന്നപ്പോൾ അത് കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ സ്റ്റേറ്റ് ധനകാര്യ കമ്മീഷൻ 4% വർദ്ധിപ്പിച്ചിട്ടുണ്ട് സാർ. അതുപോലെ മെയിൻ്റനൻസ് ഗ്രാൻഡ് 6% നിന്നും 6.5% ആക്കിയിട്ടുണ്ട്. 2016-17 22.92% ആയിരുന്നു പ്ലാനിൻ്റെ 22.92% LSGDകൾ കൊടുക്കുന്നത്. ഇപ്പോൾ അത് 24-25 സാർ അത് 28.35% വർദ്ധിച്ചു. അത്രയും LSGDക്ക് കൊടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല സാർ, കഴിഞ്ഞ വർഷത്തെ പേയ്മെൻറ്റ് 110%-ലധികമാണ്. കഴിഞ്ഞ വർഷം മാർച്ച് മാസം കഴിഞ്ഞുള്ള കണക്കാണ്. 110%-ലധികം കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുണ്ട്. ആ 110% 10%-ഓളം കാരി ഓവറായിരിക്കും, നിങ്ങൾക്ക് അറിയാം സാർ. ഈ വർഷത്തെ പേയ്മെൻറ്റിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു സാർ. ഇതുവരെ കൊടുക്കാനുള്ള പണത്തിനകത്ത് 2 ഗഡു മെയിൻ്റനൻസ് ഗ്രാൻഡും അതുപോലെ പിന്നെ 6 ഗഡു നമ്മൾ അവരുടെ മാസം മാസം കൊടുക്കേണ്ട ചെലവിൻ്റെ ഭാഗമായിട്ടുള്ള തുകയും മെയിൻ്റനൻസ് ഗ്രാൻഡും എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് സാർ. എന്തായാലും ഒരാശങ്കയും വേണ്ട, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പൈസ കൊടുക്കണമെന്നുള്ളത് ഞങ്ങൾക്കും നിങ്ങൾക്ക് അറിയാമല്ലോ. കഴിഞ്ഞ വർഷം 110% കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് എന്തായാലും ഈ വർഷം പഞ്ചായത്ത് ഇലക്ഷൻ്റെ വർഷം കൊടുക്കാതിരിക്കത്തില്ല. അതിനകത്ത് വലിയ വിഷമം UDFന് വേണ്ട എന്നുള്ളത് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. അതിനാവശ്യമായ മുഴുവൻ പണവും ഇവിടുന്ന് പോകും സാർ. ഈ ഗ്രാമീണ റോഡും എല്ലാം ഇതിനകം പൂർത്തീകരിക്കും. നേരത്തെ പറഞ്ഞല്ലോ, ഗ്രാമീണ റോഡിൻ്റെ പണി തുടങ്ങി, അതിൻ്റെ കോൺട്രാക്ടർമാർക്ക് കൊടുക്കുന്ന പണത്തിന് തടസ്സമില്ല സാർ. ഇവിടെ നേരത്തെ പറഞ്ഞു MLA ഫണ്ടിൻ്റെ ADSൻ്റെയും MLA പിന്നെ SDFൻ്റെയും പറഞ്ഞു. അതിനകത്തും 150 കോടി 70 കോടി അലോട്ട് ചെയ്തിട്ടുണ്ട്. അതത് സമയത്ത് കൊടുക്കേണ്ട പണം. പക്ഷേ അടുത്ത പണവും അതിനകത്ത് പിന്നെ തടസ്സം വരില്ല. ഞാൻ MLA-മാരോട് തന്നെ നേരിട്ട് അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സാർ. ഞങ്ങളിതിനകത്തൊന്നും വ്യത്യസ്തതയൊന്നും കാണിച്ചിട്ടില്ല സാർ. ഇപ്പോൾ നവകേരള സദസ്സിനോട് സഹകരിക്കാത്തവരാണല്ലോ 42 പിന്നെ 10, 40, 41 ആ സമയത്ത് 41 MLA-മാർ. ഞങ്ങളവിടെ പണം തരാതിരുന്നോ, കൊടുക്കാതിരുന്നോ, നിങ്ങളുടെ കൺസൾട്ട് ചെയ്യാതിരുന്നോ? അങ്ങനെയുള്ളൊരു വേറെ കൃത്യവും വ്യത്യസ്തമായ ഇതൊന്നും കാണിച്ചിട്ടില്ല. അവിടെ പലരും അവിടെ ബോർഡ് വെച്ചതും ഫ്ലെക്സ് വെച്ചതിനകത്ത് അവരവരുടെ മാത്രമേ പടമുള്ളൂ. നവകേരള സദസ്സൊന്നും പോലും പറഞ്ഞില്ല എന്നുള്ള വിഷമം നമുക്കുണ്ട്. കാരണം ഈ CMLRP വെക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് LSGDയുടെ പ്രത്യേക പദ്ധതി ആയിട്ട് സംസ്ഥാന ഗവൺമെൻറ് മുഖ്യമന്ത്രിയുടെ പദ്ധതിയായിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. അതൊന്നും പറയാതെ വെച്ചിട്ടുണ്ടാവും. നവകേരള സദസ്സിനകത്തും അതെ മന്ത്രി പറയുന്നത് അത് ആ സ്കീമിൻ്റെ പേരെഴുതി ബോർഡുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യത്തുള്ളൂ. ആ സ്കീം CMLRP 2 ആണ്. നവകേരള സദസ്സിനകത്തും അങ്ങനെ ഒരു വേർകൃത്യമൊന്നും ഞങ്ങൾ കാണിച്ചില്ല സാർ. വികസനത്തിൻ്റെ കാര്യത്തിനകത്ത് റോഡ് പണിയുമ്പം ഒരു പർട്ടിക്കുലർ മണ്ഡലത്തിലെ റോഡിന് വീതി കൂട്ടാതെ അപ്പുറത്ത് മാത്രം പണിയാൻ പറ്റുമോ സാർ? അങ്ങനൊന്നും ചെയ്യുന്ന സമീപനമൊന്നും ഞങ്ങളെ സംബന്ധിച്ചില്ല സാർ. ഇവിടെ പല പല കണക്കുകൾ പറഞ്ഞു, പലപ്പോഴും ആവർത്തിച്ചുള്ളതാണ്, ഞാൻ പറയുന്നില്ല. ഇത് ഹൃദയമില്ലാത്തൊരു സർക്കാരാണെന്ന് പറഞ്ഞു സാർ. UDF കാലത്ത് കാർഡിയാക് പ്രൊസീജിയറിന് പണം കൊടുക്കാതിരുന്നിട്ടേ ഇല്ല, ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ശരിയാണ്, അന്ന് അത്ര വിഷമം ഉണ്ടായിട്ടില്ല, കാരണം കാത്ത് ലാബുകൾ ഉണ്ടായിരുന്നില്ല. UDFൻ്റെ കാലത്ത് കാത്ത് ലാബുകൾ ഉണ്ടെങ്കിലല്ലേ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ ഉള്ളൂ. ഇപ്പം എന്നോട് രാജൻ മിനിസ്റ്റർ പറയായിരുന്നു, പിന്നെ തൃശ്ശൂർ ആശുപത്രിയിൽ മാത്രം ഈ ഗവൺമെൻറ് ജനറൽ ആശുപത്രി മാത്രം 4000 ഹാർട്ട് ഓപ്പറേഷൻ ആണ് അവിടെ നടത്തിയത്. എത്ര മെഡിക്കൽ കോളേജ് എല്ലാം ഉദ്ഘാടനം ചെയ്തു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്തിട്ട് അവിടെ ക്ലിനിക്കൽ പരിശോധന നടത്താൻ വേണ്ടി 1ാം പിണറായി സർക്കാർ വരേണ്ടി വന്നു. അന്ന് ശൈലജ ടീച്ചറാണ് അന്ന് പിന്നെ ആരോഗ്യമന്ത്രി. ഞാൻ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി എന്നതിൽ എനിക്കറിയാം. അവിടെ ചികിത്സ തുടങ്ങിയത് അപ്പോഴാണ്. ഉദ്ഘാടനമൊക്കെ നേരത്തെ ചെയ്തു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം നേരത്തെ ചെയ്തു. പക്ഷേ ചികിത്സ ഒരു സ്റ്റെതസ്കോപ്പും പ്രഷർ നോക്കാനുള്ള യന്ത്രവും കൂടെ വന്നിട്ടൊരു ഡോക്ടർ വന്നത് 1ാം പിണറായി സർക്കാരിൻ്റെ സമയത്താണ്.
ഇപ്പം അതുകൊണ്ട് കാസർഗോഡും വയനാടും എല്ലാം കൊടുത്തല്ലോ. ഉദ്ഘാടനം ചെയ്യൽ മാത്രമല്ല, മഞ്ചേരിയിൽ ഇപ്പോൾ ഇടയ്ക്ക് ബഹളം ഉണ്ടാക്കിയല്ലോ. മഞ്ചേരിയിൽ ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും നമ്മളെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഓരോ സ്ഥലത്തേക്ക് എത്ര പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, നഴ്സിംഗ് കോളേജ് എത്ര വരുന്നുണ്ട്, എല്ലാം ധനകാര്യ വകുപ്പിന് കാണാതിരിക്കാൻ പറ്റത്തില്ല. എത്ര പോസ്റ്റ് ഓരോ സ്ഥലത്തേക്ക് വരുന്നെന്ന് എല്ലാ സ്ഥലത്തും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാർ. അതുകൊണ്ട് ഈ നേരത്തെ അന്ന് കാത്തലാബുകൾ ആകെ ഉണ്ടായിരുന്ന മെഡിക്കൽ കോളേജ് എല്ലാം കൂടെ പിന്നെ 5 എണ്ണമാണ് സാർ. ഈ സർക്കാർ വന്നതിന് ശേഷം എല്ലാ സ്ഥലത്തും 7 കാത്തലാബ് പുതുതായിട്ട് തുടങ്ങി സാർ. ധാരാളം ഇപ്പം നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ഹാർട്ടിൻ്റെയും മറ്റും ചികിത്സ നടക്കുന്നത് കോട്ടയത്തും തിരുവനന്തപുരത്തും കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് സാർ. അതുകൊണ്ട് ഈ സർക്കാരിന് ഹൃദയമില്ല എന്നല്ല സാർ, ഹൃദയപൂർവ്വം ആളുകളെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് സാർ. ഐ ഡോണ്ട് കെയർ എന്നല്ല സാർ ഈ സർക്കാരിൻ്റെ സമീപനം. ഐ ഡോണ്ട് കെയർ എന്നല്ല, വി കെയർ. എല്ലാവരെയും ഞങ്ങൾ കാര്യം നോക്കും, എല്ലാവരുടെയും കാര്യം നോക്കുന്ന സർക്കാരാണ് സാർ ഇത്. സാർ അദ്ദേഹം പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് ആളുകളുടെ ഹൃദയം കവർന്ന, അതുകൊണ്ടാണ് സാർ ആളുകളുടെ പിന്തുണ കിട്ടുന്നത്. അതുകൊണ്ടാണ് സാർ കഴിഞ്ഞ ഗവൺമെൻറ് 1-ാം പിണറായി സർക്കാർ ധാരാളം കാര്യങ്ങൾ പ്രഖ്യാപിച്ചു. അന്ന് നിങ്ങളെന്താ പറഞ്ഞേ? ഞങ്ങൾ 1 ലൈഫ് പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നില്ല, നിർത്തും. ഞങ്ങൾ ശമ്പള പരിഷ്കരണം പുനഃസംഘടിപ്പിക്കും, ഞങ്ങൾ ഈ കിഫ്ബി ഇല്ലാതാക്കുന്ന കാര്യമല്ലാതെ ഉണ്ടാക്കുന്ന കാര്യം നിങ്ങൾ പറഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ വന്നാൽ എല്ലാം നടപ്പിലാക്കുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് 2-ാം പിണറായി സർക്കാർ വന്നത്. ഇനിയിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ബുദ്ധിമുട്ടിനിടയിലും മാനേജ് ചെയ്യുന്ന ഈ സർക്കാരിന് കഴിയും എന്ന് ആളുകൾ വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നത്. വെറുതെ പറയുന്നതല്ല സാർ. ഇവിടെ എന്ത് ചെയ്തു, വയനാട്ടിൽ എന്ത് ചെയ്തു, മറ്റിടത്ത് ചെയ്തു എന്ന് ചോദിച്ചല്ലോ സാർ. ഈ പണം തരാതെ ഇവിടെ പറഞ്ഞു, വളരെ പിന്നെ വല്ലാതെ കളിയാക്കിയിട്ടാണ് സർക്കാരിനെ മോശപ്പെടുത്തിയിട്ടാണ് പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞത്. ഇങ്ങനെ വേഷമൊക്കെ കെട്ടി നടക്കും, ഒന്നുമില്ല, ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കരിവള ഇട്ട് നടക്കാൻ മോഹം, അരിമണി ഇട്ട് കുറിക്കാനില്ല എന്നുള്ള പാട്ടങ്ങ് പാടില്ലെന്നേ ഉള്ളൂ സാർ. ഈ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് എവിടെയാ സാർ അടിസ്ഥാന സൗകര്യത്തിനുൾപ്പെടെ? വിഴിഞ്ഞം തുറമുഖം ഈ സർക്കാർ അല്ലായിരുന്നെങ്കിൽ വിഴിഞ്ഞം എന്ന് പറയുന്ന തുറമുഖം കേരളത്തിൽ ഉണ്ടാകുമായിരുന്നോ സാർ? ഞാൻ പറയുന്നത് കോഴിക്കോട് എയർപോർട്ട് ഉൾപ്പെടെ, എറണാകുളത്തെ ഉൾപ്പെടെ, കണ്ണൂർ ഉൾപ്പെടെ, തിരുവനന്തപുരം ഉൾപ്പെടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിക്കുകയും റോഡും പാലവും എല്ലാം പറഞ്ഞു. ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ നേരത്തെ ചോദിച്ചു തുടങ്ങിയ സമയത്ത് സാർ, തുടങ്ങുന്ന സമയത്ത് ഇവിടെ ചോദിച്ചത് എന്താ? നിങ്ങൾ ട്രംപാണ് കാരണം, ട്രംപിനെയൊക്കെ കുറ്റം പറയാം, ട്രംപിന്റെ കാരണം ഉൾപ്പെടെ സംസാരിക്കേണ്ടതാണ് സാർ. ഇവിടെ ശ്രീ മാത്യു MLA സംസാരിച്ച് പറഞ്ഞു ട്രംപിന്റെ കാര്യം. സാർ, ട്രംപിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യണം. ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ, ഈ സഭയിൽ ആദ്യ വർഷം കേരളത്തിലെ വിദ്യാർത്ഥികൾ മൊത്തം പുറത്തേക്ക് ഒഴുകിപ്പോവാണ്, കേരളത്തിലെ വിദ്യാഭ്യാസം മോശമാണെന്ന് പരസ്യമായി പറഞ്ഞ് അതിൻ്റെ ധാരാളം റീലുകൾ വന്നല്ലോ. അന്ന് ഞങ്ങൾ പറഞ്ഞു, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇവിടെ ഉണ്ട്, കേരളത്തിലെ വിദ്യാഭ്യാസം അത്ര മോശമല്ല എന്ന് മാത്രമല്ല, ലോകമാകെ നമ്മളെ വെല്ലുവിളിക്കുമ്പോൾ ഈ നാട്ടിൽ ഉത്പാദനം വർദ്ധിപ്പിക്കണം, ഈ നാട്ടിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടണം. കേരളത്തിലെ ജനസംഖ്യാ രംഗത്ത് വരുന്ന പുതിയ പ്രതിഭാസങ്ങൾ കൊണ്ട് അതെന്ന് പറഞ്ഞാൽ ജപ്പാനിലെ 1.3 അടുത്തേക്ക് കേരളത്തിലെ 1.4 പോപ്പുലേഷൻ്റെ ഈ കുറയുന്ന സ്വഭാവം വന്നിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ, കേരളത്തിലെ ഗവേഷണ കേന്ദ്രങ്ങൾ, കേരളത്തിലെ ഉത്പാദന കേന്ദ്രങ്ങൾ എല്ലാം ശക്തിപ്പെടുത്തണമെന്ന് ഞങ്ങൾ പറഞ്ഞത്. ഇപ്പം എന്താ? ഇംഗ്ലണ്ടിൽ ഉൾപ്പെടെ, ഇംഗ്ലണ്ട് സാധാരണ ഈ വർണ്ണവരെയും വംശീയവരെയും ഇത്രയില്ല, അവിടെ പോലും ഇന്ത്യക്കാരെന്നല്ല ലോകത്തുനിന്ന് അവിടെ ചെന്നേക്കുന്ന കുടിയേറ്റക്കാരെ പുറത്താക്കാൻ വേണ്ടിയുള്ള സമരം നടക്കുക. ഇപ്പം പഴയതുപോലെ ആൾ പുറത്തോട്ട് പോകുന്നില്ല. പണ്ടൊക്കെ വിദ്യാഭ്യാസം അതിനൊപ്പം ജോലിക്ക് വേണ്ടിയാണ് പോയത്, ജോലിക്കാണ് പ്രധാനമായിട്ട് പോയത്. പക്ഷേ നമ്മുടെ നാട്ടിൽ അടിസ്ഥാന സൗകര്യം, അവിടെയാണ് വ്യവസായ മന്ത്രി നേരത്തെ പറഞ്ഞല്ലോ പുതിയ സംരംഭങ്ങൾ, വെറുതെ അല്ല പുതിയ സംരംഭങ്ങൾ സാർ, ധാരാളം സംരംഭങ്ങൾ വരുന്നില്ലേ? അവിടെയാണ് വിഴിഞ്ഞത്തിൻ്റെയും റോഡിൻ്റെയും റെയിൽവേയുടെ എല്ലാം കാര്യം ഞാൻ പറഞ്ഞത്, ഓരോ പുതിയ സ്ഥാപനങ്ങൾ സാർ, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾ വെറുതെ വാചകം അടിച്ചു പോകാനല്ല, അതുകൊണ്ട് ആ തരത്തിൽ പറയാനേ അല്ല ഈ കാര്യങ്ങൾ പറയുന്നത്. അത് ഒരുമിച്ച് ഈ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം സാർ. ഇവിടെ ഈ ജലജീവൻ മിഷനെ പറ്റി ഒരു കാര്യം അങ്ങ് ഇവിടെ പറയുകയുണ്ടായി. അതിനകത്ത് കേന്ദ്രത്തിൻ്റെ പണം തിരിമറി നടത്തിയെന്നൊരു അഭിപ്രായം അങ്ങ് പറഞ്ഞു. അത് പിൻവലിക്കേണ്ടതാണ് സാർ, രേഖ കാണേണ്ടതാണ്. പിന്നെ വേണമെന്നാണ് അങ്ങയുടെ അഭിപ്രായം ഇരുന്നോട്ടെ, ഞാൻ ആ സമയത്ത് ഇടിച്ചില്ലെന്നേ ഉള്ളൂ. അല്ല, ഇവിടെ പറഞ്ഞു, ഞാൻ അതുപോലെ എഴുതിയതാ. അപ്പം ഞാനത് പറയാൻ പോന്നേ, അദ്ദേഹം പറയുന്നെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ സാർ, 40,000 കോടിയുടെ പദ്ധതിയാണ് ഈ കേന്ദ്രത്തിൻ്റെ പദ്ധതി. വാസ്തവത്തിൽ അത്രയും വലിയ പദ്ധതി, അവരുടെ ഈ രീതികളെ പറ്റിയൊക്കെ എനിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അവർ ഇന്ത്യ മൊത്തം നടപ്പിലാക്കി പൈപ്പൊക്കെ ഇട്ടിട്ട് പണം ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നില്ല സാർ. കേരളത്തിനകത്ത് നമ്മൾ 500 കോടി നമ്മൾ മുടക്കുമ്പം 500 കോടി അവർ തരണം, ഇതാ കണക്ക്. നമ്മളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് നമ്മൾ കൊടുത്തേക്കുന്ന 500 കോടി അഡ്വാൻസ് ചെയ്തിട്ട് അതിൻ്റെ കൂടി റീഇംബേഴ്സ്മെൻറ്റ് അത്രയും കൂടി തരാത്തതുകൊണ്ടാണ് പണി നിൽക്കുന്നത്. ഞങ്ങളതിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല. പക്ഷേ സാർ, പണം അവർ തരുന്നില്ല. കഴിഞ്ഞ ബഡ്ജറ്റിൽ ശ്രീമതി നിർമ്മലാ സീതാരാമൻ്റെ ബഡ്ജറ്റിൽ അവർ പറഞ്ഞു
അടുത്തൊരു വർഷം കൂടി നീട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ ക്യാബിനറ്റ് തീരുമാനം തന്നിട്ടില്ല. ഞങ്ങൾ 5000 കോടി രൂപ ഇപ്പം നബാർഡ് വഴി ലോൺ എടുക്കാൻ തീരുമാനിച്ചു. കാരണം 5000 കോടി എടുത്താൽ ഒരു 5000 കോടി കൂടി അവർ തരണം. 10000 കോടിയുടെ പണി നടത്താം. കാരണം റോഡിലെല്ലാം പൊളിച്ചിട്ടേക്കുക. കേന്ദ്രത്തിൽ വിശ്വസിച്ച തിരിമറി എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് വിഷമകരമായൊരു കാര്യമാണെന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യം ഒരു പൈസയും വക മാറ്റിയിട്ടില്ല സാർ. ഞങ്ങൾ വക മാറ്റിയിട്ടില്ല. ഞങ്ങൾ പണം അധികം കൊടുത്തിരിക്കുന്നു. അതിൻ്റെ പണം ഇങ്ങോട്ട് കിട്ടിയാൽ ഞങ്ങൾക്കിപ്പോൾ 1000 കോടി സ്പെൻഡ് ചെയ്യാം. 500 കോടിയും കൂടി ഇങ്ങോട്ട് തരേണ്ടതാണ് സാർ. എന്തായാലും ആ പൈസ അവിടുന്ന് കിട്ടേണ്ടതാണ്. ഞങ്ങളിപ്പോൾ ഈ എല്ലായിടത്തും ഒന്നും ചെയ്യാതെ എക്കണോമി മെഷേഴ്സും ഒക്കെ എടുത്ത് തന്നെയാണ്. ഇവിടെ ചില പോസ്റ്റുകളുടെ കാര്യം ഒന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. സാർ, ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കുമ്പോൾ 6 ലക്ഷം പേരാണ് 1ാം ക്ലാസ്സിൽ ചേർന്നത്. ഇപ്പം 3 ലക്ഷം പേര് താഴെയുള്ളൂ. കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കണക്കനുസരിച്ച് 2,86,000 പേരെ ഈ വർഷം എയ്ഡഡ് അൺഎയ്ഡഡ് ഗവൺമെൻറ് ചേർന്നിട്ടുള്ളൂ. പക്ഷേ പോസ്റ്റുകളുള്ളത് കൊടുക്കും, യാതൊരു തർക്കവുമില്ല. ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് മുന്നിൽ നിലവിലുള്ള റെഗുലർ പോസ്റ്റ് വേണ്ടതിനൊന്നും തടസ്സം വരുന്നില്ല. ഈ റിസർവേഷൻ്റെ ഈ പറഞ്ഞ ഭിന്നശേഷി കുട്ടികളുടെ കാര്യം സുപ്രീം കോടതിയുടെ കാര്യം ഇവിടെ പറഞ്ഞു. അല്ലാതെ ആ കാര്യത്തിനകത്തൊന്നും ഒരു തടസ്സവും ഇല്ല. ഇപ്പോഴും PSC വഴി 3 ലക്ഷം പേരെയാണ് സാർ ഈ 9.5 വർഷം കൊണ്ട് 3 ലക്ഷം പേർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുത്തൊരു സർക്കാരാണ് സാർ. ഒരു തടസ്സവും ആ കാര്യത്തിനകത്തില്ല. ജീവനക്കാരുടെ കാര്യത്തിനകത്ത് മറ്റൊരു ഇന്ത്യയിലാകെ 60% കേരളത്തിൽ എടുത്തെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ എടുക്കുന്നില്ലെന്നല്ലേ അർത്ഥം? അതല്ലേ അർത്ഥം? ഏത് സംസ്ഥാനങ്ങളിലാണ് ആളെ എടുക്കുന്നത്? സാർ, ഈ ഇതിനകത്ത് ചില മേഖലകളിൽ, മിക്കവാറും എല്ലാ മേഖലയിലും പണം കൊടുത്തതിൻ്റെ കണക്കുകളെല്ലാം ഉണ്ട്. അതിനകത്ത് നികുതിയുടെ കാര്യത്തിനകത്ത് ആകെ പെർഫോമൻസ് മോശമായി എന്നുള്ള അഭിപ്രായം സർക്കാരിനില്ല. GST വന്നതിന് ശേഷമുള്ള പരിമിതികളുണ്ട്. ഇവിടെ അങ്ങ് പറഞ്ഞൊരു കാര്യം വളരെ കറക്റ്റാണ്. 2 പേര് പറഞ്ഞു. ഈ വർഷം നികുതി വന്നപ്പോൾ ഫാക്ട് ഷീറ്റിനകത്ത് പറഞ്ഞു 2.5% കാര്യം കറക്റ്റാണ്. പക്ഷേ 965 കോടി രൂപ കേരളം കളക്ട് ചെയ്തത് നമ്മുടെ കളക്ഷനിൽ, നികുതിയിൽ കളക്ഷനുണ്ട്, റവന്യൂ ഉണ്ട്. കളക്ഷനകത്ത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് പിന്നെ വരുന്നതാണ് റവന്യൂ. 965 കോടി രൂപ കേന്ദ്രം പിടിച്ചു. അതെന്ന് പറഞ്ഞാൽ IGST പൂളിൽ, നമ്മളെപ്പോഴും പറയുന്ന പ്രശ്നമാണ്, IGST പൂളിൽ നിന്ന് 36,000 കോടി രൂപ ഏതോ സ്റ്റേറ്റുകൾ അധികമായി കൊണ്ടുപോയി. ഞങ്ങൾ ആദ്യം തൊട്ടേ പറയുന്നുണ്ട് കേരളത്തിന് വലിയ നഷ്ടമുണ്ട് IGST പ്രശ്നത്തിൽ. ഇതുവരെ ആ പ്രശ്നം തീർന്നിട്ടില്ല. 965 കോടി രൂപ കേരളത്തിൻ്റെ പിടിച്ചു. അതും ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷമാണ്. അത് തിരിച്ചു തരണമെന്ന് പറയാനും നമ്മൾ പോയി കണ്ടിരുന്നു. ആ 965 കോടി രൂപയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഏകദേശം 10% നമുക്ക് ഗ്രോത്ത് ഉണ്ടായിരുന്നു. അത് പോയതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ ശരിയാണ്. ആ ഫാക്ട് ഷീറ്റിനകത്ത് ഈ 965 കോടി പോയതിന് ശേഷമാണ് നമ്മുടെ കളക്ഷൻ്റെ കാര്യത്തിന് ആ വർധന വന്നിട്ടുണ്ട്. സാർ, ഇവിടെ നമ്മൾ ഈ സർക്കാർ വന്നപ്പോൾ പൊതുവിലുള്ള കാര്യങ്ങളും ചെലവിൻ്റെ കാര്യത്തിനകത്തൊക്കെ കുറവൊന്നും വന്നിട്ടില്ല എന്നുള്ളതും കൂടി പറഞ്ഞു നിർത്താം സാർ. സാർ, നമ്മൾ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലാണല്ലോ ഏറ്റവും വലിയ ചിലവ് എന്നൊന്നും. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 9,011 കോടിയാണ് സാർ അതിൻ്റെ ചിലവ്. 1ാം പിണറായി സർക്കാർ 35,054 കോടി രൂപ ചിലവാക്കി. ക്ഷേമ പെൻഷൻ 2ാം സർക്കാരിൻ്റെ കാലത്ത് ഇതുവരെ 42,841 കോടി രൂപ ചിലവായി. 50,000 കോടിയിലേക്ക് എത്തും. എന്തായാലും അവിടെ ഒരു കുറവും വരില്ല, കുടിശ്ശികയും വരില്ല. അവരുടെ കാര്യം മെച്ചമായിട്ട് നോക്കിയിട്ടല്ലാതെ ഈ സർക്കാർ മുന്നോട്ട് പോവില്ല എന്നുള്ളത് യാതൊരു സംശയമില്ല സാർ. സാർ, KSRTCയുടെ കാര്യത്തിൽ 1,466 കോടിയാണ് UDFൻ്റെ സമയത്ത് കൊടുത്തത്. 5,002 1ാം പിണറായി സർക്കാർ കൊടുത്തത്. 7,830 കോടി ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അത് ഒരു 10,000 കോടിയിലേക്ക് എത്തും. അപ്പോൾ ഇതിനകത്ത് കൂടാതെ KSRTC ബസ് സ്റ്റാൻഡുകളും മറ്റും പല സ്ഥലത്തും പണിയുന്നുണ്ട്. അത് ഇതിനകത്ത് വരില്ല. അപ്പോൾ അതിനകത്ത് KSRTC ഓണ സമയത്ത് സാധാരണ സാർ എവിടെയെങ്കിലും സാധാരണഗതിയിൽ പണ്ടൊക്കെ ഉള്ള പോലെ സമരം കണ്ടായിരുന്നോ? ഓണം കിട്ടിയില്ല, ശമ്പളം കിട്ടിയില്ല, പെൻഷൻ കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ എല്ലാ സ്ഥലത്തും അത് കിട്ടുന്നതാണ് സാർ. ജൽജീവൻ മിഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. സാർ, SC/STയുടെ കാര്യത്തിനകത്ത് സ്കോളർഷിപ്പുകളെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു. സാർ, ഈ സ്വർണം കൊടുക്കുക എന്നുള്ളതല്ല, അതിന് പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്നതിന് തുക കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ SC/ST സ്കോളർഷിപ്പിൽ ചെയ്യുന്നതെന്നാണ് എൻ്റെ വിവരം. ഞാൻ ആ വിവരമാണുള്ളത്, അല്ല ഈ സ്വർണ്ണ നാണയം കൊടുക്കുന്നില്ല. പക്ഷേ സാർ, സ്കോളർഷിപ്പിൽ പണം കൊടുത്തതിനെ പറ്റി തെറ്റിദ്ധരിപ്പിക്കരുത്. ആ ഒരു മേഖലയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. പാവപ്പെട്ട മനുഷ്യന് പണം കൊടുക്കുന്നില്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. സാർ, SC/ST മേഖലയിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് 2,069 കോടിയാണ് കൊടുത്തത് 5 വർഷം. 1ാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് 3,853 കോടി കൊടുത്തു. സാർ, ഈ സർക്കാർ 4 വർഷം കൊണ്ട് 4.25 വർഷം കൊണ്ട് 5,126 കോടി രൂപയാണ് SC/ST മേഖലയിലെ ഈ OEC സ്കോളർഷിപ്പ് കൊടുത്തത് സാർ. യെസ് മിനിസ്റ്റർ. ബഹുമാനപ്പെട്ട മന്ത്രി തെറ്റിദ്ധരിപ്പിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനാണ് സംസാരിച്ചത്. ഞാൻ 18/9/2025 ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ചോദ്യത്തിന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ OR കേളു തന്ന മറുപടി, ഈ നിയമസഭയിൽ തന്ന മറുപടിയാണ് ഞാൻ വായിച്ചത്. ഇത്രയും കുടിശ്ശികയുണ്ട്.
അതെങ്ങനെ തെറ്റിദ്ധരിപ്പിക്കലാവുന്നു? ഈ മന്ത്രി, നിങ്ങളുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി, അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ ഈ സ്കോളർഷിപ്പിൻ്റെ കുടിശ്ശിക തന്ന കണക്കാണ് ഞാൻ വായിച്ചത്. അതെങ്ങനെ തെറ്റിദ്ധരിപ്പിക്കലാണ്? അല്ല, അതിനു മുമ്പ് മറ്റ് സംസാരിച്ച ആളുകളും ഭീമമായ തുക എന്ന് പറഞ്ഞു. അങ്ങ് പറഞ്ഞ തുകയെല്ലാം കൂടി ഞാൻ കൂട്ടി 1,200 ചില്ലാനും കോടിയാണുള്ളത്. സാർ 100-200 കോടി രൂപയുടെ ഈ സമയത്ത് ചില കുടിശ്ശികകൾ ലാസ്റ്റ് മന്തിൽ കൊടുക്കാൻ കാണും, ഇല്ലെന്നല്ല. പക്ഷേ ആകെ കൊടുത്ത് നോക്കുമ്പോൾ അറിയാലോ, അതായിട്ട് മാറ്റി വെക്കുമോ? സാർ 5126 കോടി രൂപ 4 വർഷം കൊണ്ട് കൊടുത്ത ഒരു സർക്കാർ ഈ 100-200 കോടിയും കൂടി കണക്കും ബില്ലും വന്നാൽ വരും. അതിനകത്ത് ഞങ്ങൾ ഈ ശ്രീ കേരള മിനിസ്റ്ററും ആ വകുപ്പായിട്ട് സംസാരിച്ചിട്ടുണ്ട്. വളരെ പഴയ ബില്ലുകൾ വളരെ ലേറ്റായിട്ട് റേസ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട് പല വകുപ്പിലും. അത് കറക്റ്റ് ആക്കണം. പക്ഷേ ഈ 5100 കോടി കൊടുത്തു എന്നുള്ളത് എത്ര വലിയ തുകയാണ്. ഈ 1250 കോടിയെങ്കിലും ഒരു വർഷം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു കാരണവശാലും SC/ST അതുപോലെ OEC ഏറ്റവും ദുർബലരായ ആളുകളുടെ പണത്തിന് യാതൊരു തടസ്സവും വരില്ല എന്നുള്ള കാര്യം ഈ സഭയിൽ ഉറപ്പ് നൽകാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. സാർ ഈ ഗ്രാൻഡ് ഉൾപ്പെടെ എല്ലാം ഞാൻ ഈ പറയുന്നത്. സാർ മറ്റേ സ്കൂൾ പാചക തൊഴിലാളിയും പ്രീ പ്രൈമറി നെല്ല് സംഭരണമൊക്കെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല. സാർ വിപണി ഇടപെടലിന് ഉൾപ്പെടെ റേഷൻ സബ്സിഡിക്ക് ഉൾപ്പെടെ എല്ലാ മേഖലയിലും വലിയ തോതിൽ പണം അധികം കൊടുത്തതിൻ്റെ കണക്കുകളുണ്ട്. ഞാനതെല്ലാം സമയമെടുത്തിട്ട് വായിക്കുന്നില്ല. സാർ ഇത് ഈ എല്ലാ മേഖലയിലും നമ്മൾ ഇങ്ങനെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നൊരു സർക്കാരാണ്. എന്നാൽ നമ്മൾ വലിയ ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അത് കളക്റ്റീവായിട്ട് നേരിടേണ്ടതാണ്. സാർ ഈ സഭയിൽ തന്നെ GST സംബന്ധിച്ച് നമ്മൾ ഒരു ചർച്ച ചെയ്യേണ്ടതുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നീട് ഇനിയും അടുത്ത ഒരാഴ്ചയുണ്ടല്ലോ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ആ കാര്യത്തിനകത്ത് താല്പര്യമുണ്ടെങ്കിലും പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ 8 സംസ്ഥാനങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നു. ഇനിയായാലും ആ കാര്യത്തിന് കളക്റ്റീവായിട്ടുള്ള മുന്നോട്ട് പോകണമെന്നാണ് വിചാരിക്കുന്നത്. ഇത്രയും വലിയ നികുതി കുറഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടിയില്ലെങ്കിൽ ഏത് സർക്കാരായാലും പ്രതിസന്ധിയിലാവും. അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാവരുത്. ഇപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. പക്ഷേ നമുക്കിത് ചെയ്യുന്നതിനൊരു ലിമിറ്റുണ്ട്. ഇപ്പം തന്നെ കേരളത്തിന് കിട്ടേണ്ട നികുതി വിഹിതം നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത് 3.82 ആയിരുന്നെങ്കിൽ അത് കുറഞ്ഞിപ്പോൾ 1.92 ഉള്ളൂ. 1.92 എന്ന് പറഞ്ഞാൽ 27,000 കോടി രൂപയാണ്. ആ 27,000 കോടിയുടെ ഇരട്ടി കിട്ടേണ്ടതാണ് കേരളത്തിന് കിട്ടാതിരിക്കുന്നത്. ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ വരുമ്പോൾ ഒക്ടോബറിൽ വരുമെന്നാണ് സർ കണക്ക്. 31-ാം തീയതി ഒക്ടോബറിലാണ്, ഈ മാസം അവസാനമാണ് സാധാരണ റിപ്പോർട്ട് വരേണ്ടത്. അത് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അടുത്ത 5 വർഷം എന്താവും. പക്ഷേ ആ പണം മാത്രമാണ് സാർ. ബോറോയിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നികുതിയുടെ കാര്യത്തിൽ നമുക്ക് ഈ 41% ഇന്ത്യയുടെ 41 താഴോട്ട് കൊടുക്കുന്നതിന് 41% തരുമ്പോൾ തന്നെ സെസ്സും സർചാർജും അവർ കളക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗം നമുക്ക് തരുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ 31-32% കിട്ടുന്നുള്ളൂ. ഇത്തരം കാര്യങ്ങൾ സജീവമായി ചർച്ച ചെയ്യുന്നതിന് രാഷ്ട്രീയത്തിൻ്റെ വ്യത്യാസമില്ലാതെ ഈ സഭ ചർച്ച ചെയ്യേണ്ടതാണ്. ഇവിടെ നമ്മളിതിനകത്തൊരു വലിയ ബാലൻസിങ് ട്രപ്പീസാണെന്ന് പറയാം. ഇങ്ങനൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്? ഈ ബുദ്ധിമുട്ടുകളെല്ലാം നേരിട്ട് കൊണ്ടുപോകാം. നമ്മുടെ വലിയൊരു പ്രതീക്ഷയുണ്ട് സാർ. നമ്മൾ ഇവരെന്ത് പറഞ്ഞാലും കീഴ്പ്പെടാൻ പോകരുത് എന്നുള്ളതാണ്. കേരളീയൻ എന്ന നിലയിൽ കേരളത്തിലെ ഓരോരുത്തരുടെയും താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് കേരളം അങ്ങനെയുള്ള ഒരു ശ്വാസം മുട്ടിക്കലും പിന്നെ കീഴ്പ്പെടാൻ പാടില്ല. അതിനകത്ത് നമുക്ക് വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ പറഞ്ഞു ഈ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കടമാണ് കിട്ടിയത്. ഇപ്പോൾ കടം കിട്ടുന്നതിന് മുമ്പ് നമ്മൾ ബഡ്ജറ്റിൽ പറഞ്ഞു ആദ്യത്തെ ബഡ്ജറ്റ് പ്രഖ്യാപനം 750 കോടി രൂപ വയനാട് റീഹാബിലിറ്റേഷന് വേണ്ടി മാറ്റിവെക്കുന്നതാണ്. എങ്ങനെയാ പണം ഉണ്ടാക്കുമെന്ന് തീരുമാനിച്ചിട്ടാണ്. സാർ അങ്ങനെ പണം നമുക്ക് ഓരോരുത്തർക്കും കണ്ടെത്തേണ്ടി വരും. ഇനിയായാലും ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ സാമൂഹ്യക്ഷേമ പെൻഷൻ നിർത്തിയിട്ടില്ല, ആശുപത്രിക്ക് കൊടുക്കേണ്ടത് നിർത്തിയിട്ടില്ല, സ്കൂളുകൾക്ക് കൊടുക്കേണ്ടത് നിർത്തിയിട്ടില്ല, ലൈഫ് പദ്ധതി ഇല്ലാതാക്കാൻ പറ്റില്ല, ഭക്ഷണ രംഗത്ത് ഇല്ലാതാക്കാൻ പറ്റില്ല. പക്ഷേ ഈ പ്രതിസന്ധിയെ നേരിടണമെങ്കിൽ എങ്ങനെയാണ്? ഇന്ത്യ ഗവൺമെൻറ് നയം മാറണം. ആ ഗവൺമെൻറ് തന്നെ പലപ്പോഴും അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് യോജിപ്പില്ല. പിന്നെ അതിനകത്ത് ഞങ്ങൾ അഭിപ്രായം പറയുമോ ഇല്ലയോ എന്നൊക്കെ ഇവിടെ പറഞ്ഞു. ശ്രീ അനിൽകുമാറിനെ പോലെ സീനിയറായ ഒരു അംഗം പറയാൻ പാടില്ലായിരുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രി ഒരൊറ്റ അക്ഷരം പറഞ്ഞിട്ടുണ്ടോന്ന്? സംസ്ഥാനത്ത് ഏത് മുഖ്യമന്ത്രിയാണ് ഡൽഹി പോയിട്ട് BJP ഗവൺമെന്റിനെതിരെ സമരം ചെയ്യാൻ ഈ കാലയളവിൽ തയ്യാറായിട്ടുള്ളത്? അവിടെ പോയിട്ട് സമരം ചെയ്യാൻ? ഡൽഹി പോയി പറയുന്നത് കേരളത്തിൽ പറയുന്നതിനേക്കാൾ കുറഞ്ഞാണോ? പ്രധാനമന്ത്രിയുടെ മൂക്കിന് കീഴിൽ പാർലമെന്റ് സ്ട്രീറ്റിൽ കേരളത്തിലെ മന്ത്രിമാരും MLA-മാരും ഞങ്ങൾ നിങ്ങളെ ക്ഷണിച്ചിരുന്നു. നിങ്ങളുടെ ഘടകകക്ഷികൾ മറ്റുള്ളിടത്തുനിന്ന് വന്നു. അവിടെ പോയിട്ട് പ്രധാനമന്ത്രിയുടെ മൂക്കിന് കീഴിൽ ഒരു സമരം ചെയ്യാൻ തയ്യാറായ, അതുപോലെ ഓരോ ദിവസവും ഞങ്ങൾക്ക് രാഷ്ട്രീയ നിലപാടുണ്ട്. രാഷ്ട്രീയ നിലപാട് ഓരോ ദിവസവും പറയുന്നതാണ്. ഞങ്ങൾ ഒത്തുതീർപ്പാക്കിയില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ പറയേണ്ടി വരും, കേരളത്തിലെ LDF-നോട് വന്ന് മത്സരിക്കാനാണോ വളരെ പ്രധാനപ്പെട്ട പ്രമുഖനായ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും തയ്യാറാവേണ്ടതെന്ന ചോദ്യം കൂടി ചോദിക്കേണ്ടി വരും. ഇന്ത്യയിലെ LDF-നെയും ഇന്ത്യയിലെ ഇന്ത്യ മുന്നണിയെയും, ഇന്ത്യ മുന്നണിയുടെ ഭാഗം തന്നെയാണ് നമ്മളൊക്കെ. ഇന്ത്യ മുന്നണി അല്ലെങ്കിലും ഇന്ത്യ ആ സഖ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ സഹകരിക്കുന്നവരാ. ഞങ്ങൾ ദുർബലപ്പെടുത്താൻ നിന്നിട്ടില്ല. ഞങ്ങൾ അഭിപ്രായം പറയുന്നവരുമാണ്. കേരളത്തിൽ ശ്രീ അമിത്ഷാ വന്നപ്പോഴും മറ്റുള്ളവർ വന്നപ്പോഴും ഒക്കെ അഭിപ്രായം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊന്നും ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്ന കാര്യമില്ല. സംസ്ഥാന ഗവൺമെൻറ് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടിനകത്ത് തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് ശക്തമായിട്ട് ആ നിലപാടുകൾ കൊണ്ടുപോകണം. ടാക്സിൻ്റെ കാര്യത്തിനകത്ത് ഓരോന്നും എടുത്ത് ഞാൻ പറയുന്നില്ല. ഇവിടെ പറഞ്ഞതിൻ്റെ കണക്കുകൾ
ഓരോന്നും എടുത്ത് പിന്നെ പറയാം. ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ കഴിഞ്ഞ 4 വർഷമായിട്ട് ടാക്സ് പലതും വർദ്ധിപ്പിച്ചിട്ടില്ല. മദ്യത്തിന് നികുതി വർദ്ധിപ്പിക്കാത്ത ഒരു കാലയളവായത്. എന്തുകൊണ്ടാണ് വർദ്ധിപ്പിക്കാഞ്ഞേ? ഡ്രഗ് സത്യത്തിൽ എല്ലാ 2 വർഷം കൂടുമ്പോഴെങ്കിലും വർദ്ധിപ്പിച്ചുകൊണ്ടത്. ഞാൻ പറയുന്നത് അതൊരു കൺസ്ട്രെയിൻ ഉണ്ട്. അതിനകത്ത് മദ്യത്തിൻ്റെ അളവ് കച്ചവടം അധികം കൂടുന്നില്ല. മദ്യത്തിന് ടാക്സ് കൂട്ടിയിട്ടില്ല. സാധാരണ 2 വർഷത്തിലൊരിക്കൽ കൂട്ടുന്നതാണ്, അല്ലെങ്കിൽ 1 വർഷത്തിലൊരിക്കൽ കൂട്ടുന്നതാണ്. ഒരു കുപ്പിയുടെ ഒരു സെസ്സാണല്ലോ പറയുന്നത്, ഒരു കുപ്പിയിൽ വരുന്ന, അല്ലാതെ ഒരു പണവും കൂട്ടിയിട്ടില്ല. സർ, ഇതുപോലെ മറ്റു പല GST വന്നതിന് ശേഷമുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ ഗോൾഡിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള റെയ്ഡുകൾ നടത്തിയിട്ടുണ്ട്. മദ്യത്തിൻ്റെ കാര്യത്തിൽ റെയ്ഡ് നടത്തുന്നുണ്ട്, ഇനിയും നടത്തുന്നുണ്ട്. അതിനകത്തൊന്നും ഒരു കോംപ്രമൈസും ചെയ്യുന്ന കാര്യമില്ല. ഏത് കാര്യം വളരെ സീരിയസ് ആയിട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഉപനേതാവും മറ്റ് MLA-മാരും പറഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്ന ആര് പറഞ്ഞാലും സീരിയസ് ആയ കാര്യം കൈകാര്യം ചെയ്യുന്ന സമീപനമാണ് ഗവൺമെൻറ്റിനുള്ളത്. കാരണം സ്റ്റേറ്റിൻ്റെ വരുമാനമാണ്. സ്റ്റേറ്റിനെ വഞ്ചിക്കാൻ ഏതൊരു വ്യക്തി തയ്യാറായാലും, ഏതൊരാൾ ടാക്സ് വെട്ടിക്കാൻ നിന്നാലും അതിന് കീഴ്പ്പെടുന്ന പ്രശ്നമേ ഇല്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഇങ്ങനെ ശ്വാസം മുട്ടിച്ചാൽ നമ്മളെങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അതിനൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഇന്ത്യ ഗവൺമെൻറ് നയം മാർഗ്ഗം നമുക്ക് ജോയിൻ്റായിട്ട് ഇനി ഫൈറ്റ് ചെയ്യണം. ഇവിടെ ഫൈറ്റ് ചെയ്യുന്ന പൊളിറ്റിക്കലി കേരളത്തിൽ ഇവിടെ വലിയൊരു ചോദ്യം വന്നു. ഈ ഹിന്ദു പത്രത്തിൻ്റെ ചർച്ചയിൽ കോൺഗ്രസിൻ്റെ ഡെപ്യൂട്ടി CM-ഉം ഞാനുമാണ് ഇരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ നിങ്ങളെങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, കേരളത്തിൽ ഞങ്ങൾ വളരെ രാഷ്ട്രീയമായ എതിർപ്പാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ആളുകളുണ്ടായിരുന്നല്ലോ ഈ ഇന്ത്യയിലെ 8 മന്ത്രിമാരുടെ കൂട്ടത്തിൽ. പക്ഷേ അവിടെ രാഷ്ട്രീയമായി ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകും, നയം തുടരും. പക്ഷേ കേരളം ഉണ്ടാവണം, ഇന്ത്യ ഉണ്ടാവണം, സംസ്ഥാനങ്ങൾ ഉണ്ടാവണം. അതിനകത്ത് ഞങ്ങൾ ജോയിൻ്റായിട്ട് ഫൈറ്റ് ചെയ്യും. ആ ജോയിൻ്റായി ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി കേരളത്തിന് കിട്ടേണ്ട ലക്ഷക്കണക്കിന് കോടി രൂപ നമുക്ക് ഈ ഓരോ സമയത്തും നഷ്ടപ്പെടുന്നത് തടയാൻ വേണ്ടി നമുക്ക് ഫൈറ്റ് ചെയ്യണം. അതോടൊപ്പം നമ്മുടെ കേരളം എങ്ങനെ ഇതിനെ അതിജീവിക്കും? കേരളത്തിലെ ചെറുപ്പക്കാർ ലോകത്തെല്ലായിടത്തും പോയി ജോലി ചെയ്ത് മാത്രമല്ല, ഈ കേരളത്തിനകത്ത് ഈ ജോലി ചെയ്യാം, വ്യവസായം നടത്താം, അതിന് പറ്റുന്ന അന്തരീക്ഷമുണ്ട്. ഇവിടുത്തെ എക്കണോമിക് ആക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും ഉൾപ്പെടെയുള്ള പ്രവർത്തനം നടത്താനുള്ള നമ്മൾ ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ധനകാര്യ രംഗത്ത് അതെല്ലാം ചേർത്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ചെയ്യാൻ നിൽക്കുന്നത്. ഇനിയും അത് കൂടുതൽ ജനകീയമായുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ വന്ന സ്പിരിറ്റോട് ഉൾക്കൊണ്ട് തന്നെ കൂടുതൽ ജനകീയമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ധനകാര്യ വകുപ്പ് അക്കാര്യത്തിനകത്ത് പ്രവർത്തനം നടത്തുമെന്നും മാത്രമാണ് പറയാനുള്ളത് സാർ. അതുകൊണ്ട് ഈ പ്രമേയത്തിൻ്റെ ഭാഗമായി നടന്ന ചർച്ച ഇതാണെങ്കിലും അങ്ങനെ ഒരു അടിയന്തര പ്രാധാന്യം എന്ന നിലയിൽ പ്രശ്നങ്ങളുള്ളൊരു കാര്യമായിട്ടല്ല ഞങ്ങൾ കാണുന്നത് സാർ. യെസ്, ഓർഡർ. ഡോക്ടർ മാത്യു കോയിൽനാടൻ, അങ്ങയുടെ ഉപക്ഷേപം പ്രസ് ചെയ്യുന്നുണ്ടോ? യെസ്. ഡോക്ടർ മാത്യു കോയിൽനാടൻ, ഉപക്ഷേപം സഭ തള്ളിയിരിക്കുന്നു. ഓർഡർ. അതെ, പിൻവലിച്ചിരിക്കുന്നു. യെസ്.